നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ഉഷാറായി. തൊടുപുഴ ടൗണിലെ ഒട്ടുമിക്ക കുഴികളും അടച്ചു. മെറ്റലും പാറമണലും കിട്ടാനില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ്. എക്സൈസ് വകുപ്പ് നേതൃത്വത്തിൽ കാളിയാറിൽ ബോധവൽക്കരണ റാലിയും സെമിനാറും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KP വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന സ്നേഹധാര ആയുർവേദ പാലിയേറ്റീവ് പരിചരണ പദ്ധതി തിങ്കളാഴ്ച മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി നൽകിയിരിക്കുന്ന ശുപാർശകൾ തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൊടുപുഴയിൽ മാർച്ചും ധർണയും നടത്തി. ഇന്ദ്രജാലകലയിൽ യുവമാന്ത്രികൻ വിസ്മയം ജനിപ്പിക്കുന്നു. ആയോധന കലയിലെ മികവിനൊപ്പം മാന്ത്രിക കലയിലും സജീവമാവുകയാണ് വെങ്കടേഷ് D. ദാസ്. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരമധ്യത്തിലെ വൻ കുഴികൾ കണ്ടിട്ടും അനങ്ങാതിരുന്ന പൊതുമരാമത്ത് അധികൃതർ ഉണർന്നു. കുഴിയടയ്ക്കാൻ ഉഷാറായ രംഗത്തിറങ്ങിയ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും നഗരത്തിലെ ഒട്ടുമിക്ക കുഴികളും അടച്ചു. ഗാന്ധി സ്ക്വയറിന് ചുറ്റും വാഹനയാത്രക്കാർക്ക് വലിയ അപകടക്കെണിയായി മാറിയ 3 കുഴികൾ മെറ്റലും ടാറും മണലും ഉപയോഗിച്ചാണ് മൂടിയത്. പാലാ റോഡിലെ ഒരു കുഴിയും മൂടി. പൊതുമരാമത്ത് ഓഫീസിന്റെ മൂക്കിന് താഴെ ഗാന്ധി സ്ക്വയറിൽ വലിയ കുഴികൾ രൂപപ്പെട്ടത് നന്നാക്കാതെ കിടന്നതിനെ തുടർന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. കുഴിയിൽ ചാടി കാറിന് കേടുപാട് സംഭവിച്ചതിനെ തുടർന്ന് തൊടുപുഴ സ്വദേശി സാമുവൽ കുഴി നികത്താൻ ശ്രമിച്ചതും പോലീസിന്റെ മർദ്ദനമേറ്റതും വിവാദമായി. DYFI പ്രവർത്തകർ റോഡിലെ കുഴി അടയ്ക്കാനെത്തി പ്രതീകാത്മക സമരവും നടത്തിയിരുന്നു. വ്യാഴാഴ്ച പാലാ റോഡിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനു സമീപമുള്ള കുഴിയും ഭാഗികമായി നികത്തി. ഇവിടെ പൈപ്പ് പൊട്ടിക്കിടക്കുന്നതിനാൽ പൂർണ്ണമായി നികത്താൻ സാധിച്ചില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പറഞ്ഞു. ആവശ്യത്തിന് ടാറില്ലാത്തതാണ് അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കാതെ വന്നതിന് പ്രധാന കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. വ്യാഴാഴ്ച പഴയ കാലിവീപ്പുകൾ 8 എണ്ണം ചൂടാക്കി അതിൽ നിന്നും ലഭിച്ച ടാർ റോഡരികിൽ ഇറക്കിയിട്ടിരുന്ന മെറ്റലും മണലും ഉപയോഗിച്ചാണ് കുഴികൾ അടയ്ക്കാനുള്ള ശ്രമം തയ്യാറാക്കിയതെന്ന് അധികൃതർ പറഞ്ഞു. ക്രഷറും പാറമടകളും സമരത്തിലായതിനാൽ ഇപ്പോൾ മെറ്റലും പാറമണലും കിട്ടാനില്ല. ഇതിനു പുറമെ കരാറുകാർ പുതിയ കരാർ ജോലികൾ എടുക്കാനും തയ്യാറാകാത്തതാണ് അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ നടത്താനാവാതെ വരുന്നത്. വ്യാഴാഴ്ച പണിക്കാരെ തേടിപ്പിടിച്ചാണ് പണികൾ ഇത്രയും നടത്തിയത്. വരുന്ന ദിവസങ്ങളിലും നഗരത്തിലെ അപകടക്കുഴികൾ അടയ്ക്കുമെന്ന് പൊതുമരാമത്ത് അധികൃതർ അറിയിച്ചു. VBC ന്യൂസ്, തൊടുപുഴ. തൊടുപുഴ JCUമായി സഹകരിച്ചുകൊണ്ട് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ രക്ഷകർത്താക്കൾക്കായി നടത്തുന്ന ബോധവൽക്കരണ ക്ലാസ് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിൽ നടന്നു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോസ് മോനിപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം നമുക്ക് ക്ലാസ് എടുക്കുന്നതിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഡോക്ടർ തന്നെയാണ്. അത് കുട്ടികളുമായിട്ട് ഏറ്റവും ഇടപഴകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിനൊപ്പം തന്നെ ഇന്ന് ട്രെയിനിങ് കൊടുക്കേണ്ട ആളുകൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ മാതാപിതാക്കന്മാർക്കാണ്. ഇന്ന് കുട്ടികളെക്കാൾ ഉപരിയായിട്ട് ഇന്ന് പരിശീലനം ഇന്ന് ആവശ്യമുള്ള ആളുകൾ ഇന്ന് മാതാപിതാക്കന്മാരാണ്. അച്ഛനാകപ്പാടെ കുഴപ്പമുണ്ടാക്കുമെന്നുള്ളവർക്ക് ആരും തോന്നിക്കരുത്. കാരണം ഈ കുട്ടികളുമായിട്ട് ഇടപെടുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെക്കാളും കൂടുതലായിട്ട് കുട്ടികളുമായിട്ട് ഇടപെടുന്ന ആളാണ് ഞാൻ വർഷങ്ങളായിട്ട്. അപ്പം കുട്ടികൾക്ക് എപ്പോഴും ഒരു കൈവിളക്കായിട്ട് നിൽക്കുന്ന ആളുകൾ മാതാപിതാക്കന്മാർ. ആ വിളക്ക് അടഞ്ഞു പോയാൽ കുട്ടികൾ വളർന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ കത്തണം, കത്തി പ്രകാശം കൊടുക്കണം. JCI നാഷണൽ ട്രെയിനർ ഡോക്ടർ സിജു തോട്ടപ്പള്ളി ക്ലാസിന് നേതൃത്വം നൽകി. മലയാള മനോരമയുടെ കീ ടു സക്സസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാം ഇപ്പം അധികം നടക്കാറില്ല. പക്ഷെ മുമ്പ് ഒരു 10-13 വർഷങ്ങൾക്ക് മുമ്പ് കീ ടു സക്സസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഏറ്റവും കൂടുതൽ നല്ല മാർക്ക് എങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാം എന്നതിനെ കുറിച്ചും പരീക്ഷയിൽ എങ്ങനെ പെർഫോം ചെയ്യാം എന്നതിനെ കുറിച്ചും
സ്ട്രെസ്സും ടെൻഷനും ഇല്ലാതെ എങ്ങനെ പരീക്ഷയെ നേരിടാമെന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞൊരു സ്ഥലം. നിങ്ങൾ എല്ലാവരുടെയും മനസ്സുകളിൽ ചേക്കേറിയിട്ടുള്ള ഇന്നസെന്റിന്റെ നാടാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ചെന്നു. ഏകദേശം 440ഓളം പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. നട്ടുച്ച സമയത്ത് 1:30 ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ ചെല്ലുന്നത്. ക്ലാസ് 1:30 മുതൽ. യോഗത്തിൽ JCI പ്രസിഡന്റ് രാജേഷ് ബി, വനിതാ വിഭാഗം പ്രസിഡന്റ് സ്മിത സുനിൽ, മുൻ പ്രസിഡന്റ് ഡോക്ടർ ഷെറി ജോസ്, സെക്രട്ടറി റിൻഡു രാജ്, ഡാനി പുളിമുട്ടിൽ, സ്കൂൾ ഹെഡ്മാസ്റ്റർ ജെയിംസ് ടി മാലയേക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പാർട്ടി വിപ്പ് ലംഘിച്ചു എന്നുള്ള ഇടുക്കി DCC പ്രസിഡന്റിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബ്രിജിറ്റ് സിറിയക്, മെമ്പറായ ലളിത രാജ് എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ 28-ാം തീയതി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അറക്കുളം മണ്ഡലം കമ്മിറ്റി ഓഫീസായ ഇന്ദിരാഭവനിൽ വിളിച്ചു ചേർത്ത പാർട്ടി മെമ്പർമാരുടെ യോഗത്തിൽ 6 മെമ്പർമാരെ ക്ഷണിക്കുകയും ടോമി വാളികുളം, ബ്രിജിറ്റ് സിറിയക്, ലളിത ജയരാജ് എന്നിവർ പങ്കെടുക്കുകയും മറ്റു മെമ്പർമാരായ സാജു ജോർജ്, ഉഷ ഗോപിനാഥ്, എൽസമ്മ തോമസ് എന്നിവർ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തു. ഇത് ഗ്രൂപ്പ് രാഷ്ട്രീയവും പാർട്ടി വിരുദ്ധ നടപടിയായി മനസ്സിലാക്കുന്നുവെന്നും ഇതിനുശേഷം DCC പ്രസിഡന്റ് റോയി കെ പൗലോസിന്റെ സാന്നിധ്യത്തിൽ തൊടുപുഴ രാജീവ് ഭവനിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ശശി കടപ്ലാക്കിലും 6 മെമ്പർമാരും പങ്കെടുക്കുകയും പ്രസിഡന്റ് ആരാണെന്ന് അഭിപ്രായം ആരായുകയും ചെയ്തു. ബ്രിജിറ്റ് സിറിയക്, ടോമി വാളികുളം, ലളിത ജയരാജ് എന്നിവർ ബ്രിജിറ്റ് സിറിയക്കിനെ നിർദ്ദേശിക്കുകയും മറ്റ് 3 മെമ്പർമാരായ സാജു ജോർജ്, എൽസമ്മ തോമസ്, ഉഷ ഗോപിനാഥ് എന്നിവർ എൽസമ്മ തോമസിനെ നിർദ്ദേശിക്കുകയും ചെയ്തു. 3-ാം വാർഡ് മെമ്പറും പാർലമെന്ററി പാർട്ടി ലീഡറുമായ സാജു ജോർജ് തനിക്ക് പാർട്ടിയിൽ ഗ്രൂപ്പാണ് വലുതെന്നും തന്റെ പാർട്ടി പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണെന്നും പറഞ്ഞു. DCC പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം സംസാരിച്ചതിൽ പ്രതിഷേധിച്ച് 3 മെമ്പർമാർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ആർക്ക് വോട്ട് ചെയ്യണമെന്ന നിർദ്ദേശം DCC പ്രസിഡന്റിൽ നിന്നോ മണ്ഡലം പ്രസിഡന്റിൽ നിന്നോ പാർലമെന്ററി പാർട്ടി ലീഡറായ സാജു ജോർജിൽ നിന്നോ രേഖാമൂലമോ വാക്കാലോ ഫോൺ കോൾ മൂലമോ ലഭിച്ചിട്ടില്ലെന്നും അറക്കുളം മണ്ഡലത്തിൽ സാജു ജോർജിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് 2 മെമ്പർമാർ ബലിയാടുകളാകുകയാണ് ചെയ്തത്. ഇത് സംബന്ധിച്ച് പാർട്ടിയിൽ നിന്ന് നീതി കിട്ടുന്നതിന് KPCC പ്രസിഡന്റിന് പരാതി കൊടുക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. VBC ന്യൂസ്, തൊടുപുഴ. എക്സൈസ് വകുപ്പിന്റെയും കാളിയാർ സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ റാലിയും സെമിനാറും നടത്തി. സെന്റ് റീതാസ് പാരിഷ് ഹാളിൽ നടന്ന ബോധവൽക്കരണ സെമിനാർ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് അടുത്ത വർഷം മുതൽ വണ്ണപ്പുറം പഞ്ചായത്തിനെ ലഹരി മുക്ത പഞ്ചായത്തായി രൂപാന്തരപ്പെടുത്തുവാൻ പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുക്കുമോ എന്ന ഒരു ചോദ്യമാണ് എനിക്ക് അവിടെ ചെന്നപ്പോൾ കിട്ടിയത്. അത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലോ പോലീസ് ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ സ്ഥാനത്ത് അത് അറിയിക്കാൻ പല ആളുകളും മുമ്പോട്ട് കടന്നു വരുന്നില്ല. പല സ്ത്രീകൾക്കും ഇന്ന് കുട്ടികൾക്കും പ്രായമായി കൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ വരെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന വീടുകളിൽ പോലും വീടുകളുടെ സൗകര്യം വളരെ പരിമിതമാണെന്ന് നമുക്കറിയാം. അവർക്കൊക്കെ സ്വൈര്യമായി സ്കൂൾ വിട്ടു വന്ന് വൈകുന്നേരങ്ങളിൽ പിറ്റേ ദിവസത്തേക്കുള്ള ക്ലാസ്സിൽ പങ്കെടുക്കേണ്ട പഠന വിഷയങ്ങൾ പഠിക്കുവാനോ ഒക്കെ പല വീടുകളിൽ നിന്ന് ബുദ്ധിമുട്ടാണ്. കാരണം രക്ഷിതാക്കള്
പ്രത്യേകിച്ച് പിതാവ് അവരുടെ അച്ഛനോ അപ്പനോ രാവിലെ മുതൽ പണിയെടുത്ത് കിട്ടുന്ന പൈസ മുഴുവനും. സ്കൂൾ മാനേജർ ഫാദർ മാത്യു കൊച്ചുപുര, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലില്ലി ജോസ്, എക്സൈസ് ഇൻസ്പെക്ടർ CK സുനിൽ രാജ്, PTA പ്രസിഡന്റ് KI നസീർ, ഹെഡ്മാസ്റ്റർ P ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷിബു ബോധവൽക്കരണ സെമിനാറിൽ ക്ലാസ് എടുത്തു. തുടർന്ന് മാസ്റ്റർ വെങ്കടേഷ് അവതരിപ്പിച്ച ലഹരി വിരുദ്ധ മാജിക് ഷോയും നടത്തി. മൂന്നാറിൽ എക്സൈസ് സംഘം സ്പിരിറ്റ് പിടികൂടി. കാറിൽ കടത്തിക്കൊണ്ടുവന്ന 350 ലിറ്റർ സ്പിരിറ്റ് അടിമാലിയിൽ വെച്ചാണ് പിടികൂടിയത്. 35 ലിറ്ററിന്റെ 10 കന്നാസുകളിലായാണ് സ്പിരിറ്റ് കൊണ്ടുവന്നത്. ഒരു ഇന്ത്യക്കാർ കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശികളായ ഷൈജു, രാജൻ, മൂന്നാർ സ്വദേശി സുബ്ബരാജ് എന്നിവരെ എക്സൈസ് ഇൻസ്പെക്ടർ S ഷാജിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകം സംസ്ഥാനത്ത് NDAയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നുള്ള വ്യാജ പ്രചരണം പാർട്ടിയെയും ഇടത് ഐക്യത്തെയും അപകീർത്തിപ്പെടുത്തുവാനാണെന്ന് പാർട്ടി ദേശീയ സെക്രട്ടറി G ദേവരാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഒരു വ്യക്തി നടത്തുന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ പാർട്ടി അനുഭാവികൾ കുടുങ്ങരുതെന്നും BJPക്കും NDAയ്ക്കും മോദി സർക്കാരിനുമെതിരായ ശക്തമായ പ്രചരണങ്ങളുമായി ഫോർവേഡ് ബ്ലോക്ക് മുന്നോട്ട് പോകുമെന്നും ദേവരാജൻ പറഞ്ഞു. സംസ്ഥാനത്തെ 14 ജില്ലകളിലും പാർട്ടി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ച് തന്നെയാണ് പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. മറിച്ചുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്, തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇടുക്കിയിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയായ സഖാവ് NG സുരേഷ് കുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ തന്നെ പല പ്രാവശ്യം പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ സുരേഷ് കുമാറിനെ പാർട്ടി താക്കീത് ചെയ്തിട്ടുള്ളതായിരുന്നു. പല കാരണങ്ങളിലും പല വിഷയങ്ങളിലും അത് പാർട്ടിയുമായി ഒത്തുപോകാൻ കഴിയാത്ത നടപടിക്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ പല പ്രാവശ്യം അദ്ദേഹത്തെ താക്കീത് ചെയ്തിരുന്നു. പിറവം ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സുരേഷ് കുമാർ അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു. ആ സമയത്തും പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുന്ന തരത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് യോജിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുകയും അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V രാംമോഹൻ, KR ബ്രഹ്മാനന്ദൻ, വെള്ളദുരൈ പാണ്ഡ്യൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പീരുമേട്, മൂന്നാർ മലനിരകളിൽ വ്യാപകമായി കാണപ്പെടുന്ന കുറിഞ്ഞികൾ പീരുമേട്ടിലെ കുന്നുകളിലും പൂത്തു. എന്നാൽ മൂന്നാറിൽ കാണുന്ന നീലക്കുറിഞ്ഞികളല്ല ഇവിടെ പൂത്തത്. മേട്ടുകുറിഞ്ഞികൾ എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. ലോകത്തിൽ 300-ൽ പരം കുറിഞ്ഞികളുണ്ട്. ഇവയിൽ മൂന്നാമത്തെ ഇനമാണ് മേട്ടുകുറിഞ്ഞികൾ. ശാസ്ത്രനാമം സ്ട്രൊബല്യാന്തസ് സെസലീസ്. നീലക്കുറിഞ്ഞികളെ പോലെയല്ല ആശാൻ 3 വർഷത്തിലൊരിക്കൽ പൂക്കും. നിറത്തിലും രൂപത്തിലും നീലക്കുറിഞ്ഞികൾക്ക് സമാനം. ഒറ്റയ്ക്ക് കണ്ടാൽ ഇതാണോ പുകൾപെറ്റ നീലക്കുറിഞ്ഞി എന്ന് ചോദിച്ചു പോകും. പക്ഷേ കൂട്ടത്തോടെ കണ്ടാൽ കണ്ണു പറിക്കാൻ തോന്നില്ല. നീലക്കുറിഞ്ഞിയും മേട്ടുകുറിഞ്ഞിയും തമ്മിൽ ചില ധാരണകളുണ്ട്.
പൂവിടുന്ന കാലം ഒന്നാണെങ്കിലും ചില അതിരുകൾ നിശ്ചയിച്ച് ഇരുവരും മാറി നിൽക്കും. സമുദ്രനിരപ്പിൽ നിന്നും 1200 അടി മുകളിലാണ് നീലക്കുറിഞ്ഞികൾ പൂവിടുന്നത്. മേട്ടുകുറിഞ്ഞിയാവട്ടെ 1200 അടിക്ക് താഴെയും. രാജ്യത്ത് പശ്ചിമഘട്ട മലനിരകളിലാണ് കുറിഞ്ഞികൾ പൂക്കുന്നത്. ഇപ്പോൾ കൊല്ലം തേനി ദേശീയപാതയ്ക്ക് അരികിലെ കുന്നുകളിൽ മേട്ടുകുറിഞ്ഞികൾ വിരുന്നിനെത്തിയിരിക്കുന്നു. പക്ഷേ ഇവരെ കാണണമെങ്കിൽ കുന്നുകയറി ഇങ്ങ് മുകളിലെത്തണം എന്ന് മാത്രം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ഉഷാറായി. തൊടുപുഴ ടൗണിലെ ഒട്ടുമിക്ക കുഴികളും അടച്ചു. മെറ്റലും പാറമണലും കിട്ടാനില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ്. എക്സൈസ് വകുപ്പ് നേതൃത്വത്തിൽ കാളിയാറിൽ ബോധവൽക്കരണ റാലിയും സെമിനാറും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന സ്നേഹധാര ആയുർവേദ പാലിയേറ്റീവ് പരിചരണ പദ്ധതി തിങ്കളാഴ്ച മന്ത്രി പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി നൽകിയിരിക്കുന്ന ശുപാർശകൾ തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൊടുപുഴയിൽ മാർച്ചും ധർണയും നടത്തി. ഇന്ദ്രജാലകലയിൽ യുവമാന്ത്രികൻ വിസ്മയം ജനിപ്പിക്കുന്നു. ആയോധന കലയിലെ മികവിനൊപ്പം മാന്ത്രിക കലയിലും സജീവമാവുകയാണ് വെങ്കടേഷ് ഡി ദാസ്. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.